മഴ തോരും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പോയ സന്തോഷത്തിൽ വൈജയന്തി കെട്ടും പാണ്ടൊക്കെ എടുത്ത് നേരെ കൊല്ലപ്പള്ളിയിൽ നിന്ന് നേരെ വരുന്നുണ്ട്. അത് നമ്മുടെ കടപ്പാട്ടൂർക്ക്. അവിടെ വന്നപ്പോൾ വൈജയന്തി പ്രതീക്ഷിച്ച സ്വീകരണമൊന്നുമല്ലായിരുന്നു. ആരും മൈൻഡ് ചെയ്യില്ല. അതായത് മക്കളോ ഭർത്താവോ ആരും മൈൻഡ് ചെയ്യില്ല. പഴയ പോലെ തന്നെ ആ താഴത്തെ റൂമിൽ ഒതുങ്ങി കൂടാൻ തന്നെയായിരുന്നു വൈജയന്തിയുടെ വിധി. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബബിതയോ കൃഷ്ണമോളോ ഒക്കെ തട്ടി കയറും. നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല. അവൾ പോയതിൻ്റെ സങ്കടമാണെന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലായി. എന്നാലും വൈജയന്തി പരമാവധി തിരിച്ചും അതേപോലെ തന്നെയാണ് പെരുമാറിയത്. അങ്ങനെ രോഹിത്തിനോടും വൈജയന്തി ഇതേപോലെ തന്നെ മോശമായി സംസാരിച്ച്, നീയും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയോ, അവൾ പോയപ്പോൾ നിൻ്റെ നാക്കിറങ്ങിപ്പോയോ, അങ്ങനെയുള്ള മോശമായ വാക്കുകളൊക്കെ സംസാരിച്ചപ്പോൾ അവളും നിൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ട് പോലും അവളിങ്ങനെ സ്നേഹിക്കാൻ നിനക്കൊക്കെ നാണമില്ലടാ, നീയൊന്നും ആണല്ലടാ എന്നൊക്കെ ചോദിക്കും. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കും. എന്നെക്കൊണ്ട് കൂടുതലൊന്നും സംസാരിപ്പിക്കരുത് അമ്മേ, അവനവൻ്റെ കഴിഞ്ഞ കാലം ഒന്നും മറക്കരുതെന്നും പറഞ്ഞ് രോഹിത്ത് മുകളിലേക്ക് പോകും. അതോടുകൂടി വൈജയന്തി ഷോക്കേറ്റ പോലെ നിൽക്കും. എന്തുകൊണ്ടാണ് അവളങ്ങനെ പറഞ്ഞത്? അലീന നശിച്ചവള് എന്തെങ്കിലും സൂചന കൊടുത്തോ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് തൻ്റെ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇനി ഇവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കും? അങ്ങനെയൊക്കെ സംശയിച്ച് വൈജയന്തി ആകെ തകർന്നു പോകണ്. അതിനുശേഷം വൈജയന്തി ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണ്. നമ്മുടെ സ്റ്റാൻലിയിലെ ആദ്യമായിട്ട് വൈജയന്തി ഓർക്കണ്. പഴയ കാര്യങ്ങളൊന്നും ഇത്രയും നാളിനിടയ്ക്ക് വൈജയന്തി ഓർത്തിട്ടില്ല, മറന്നിരിക്കണായിരുന്നു. ആ സ്വഭാവമാണ് വൈജയന്തിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത്, ആ പഴയ തിരിച്ചടി. എന്തായാലും സ്റ്റാൻലി ജോസഫ് വൈജയന്തിയെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചതിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വൈജയന്തി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രനോടോ അതായത് മറ്റുള്ള ആണുങ്ങളോടോ ഒന്നും വൈജയന്തിക്ക് ഒരു സ്നേഹവും ഇല്ലാത്ത ബഹുമാനവും ഇല്ലാത്തത്. തന്നെ എല്ലാവരിലും സ്റ്റാൻലിയുടെ മുഖമാണ് വൈജയന്തി കാണുന്നത്. ചതിയനായ സ്റ്റാൻലി. അങ്ങനെയാണ് വൈജയന്തി സ്റ്റാൻലിയെ മനസ്സിൽ കരുതി വെച്ചേക്കുന്നത്. അതായത് 10 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയതാണ് തൻ്റെ മുന്നിൽ നിന്ന് സ്റ്റാൻലി ജോസഫ് പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുന്ന സമയത്ത്. 10 ദിവസവും 12 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും വരാണ്ടായി. അപ്പോൾ വൈജയന്തിക്ക് സംശയവും വിഷമമൊക്കെ ആവണത്. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ അങ്ങനെയൊന്നുമില്ല. വല്ല വീട്ടുകളിൽ മാത്രമേ ലാൻഡ് ഫോണുള്ളൂ. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുടമസ്ഥയുടെ വീട്ടിലുള്ളത് കൊണ്ട് ഒരു ദിവസം മാത്രം സ്റ്റാൻലി വിളിച്ചിരുന്നു. സുഖമാണോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എത്രയും പെട്ടെന്ന് തിരിച്ചെത്താം എന്നും പറഞ്ഞു. അപ്പോൾ ആ വിശ്വാസത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാതിൽ മുട്ടുന്ന സൗണ്ട് കേട്ടത്. അങ്ങനെ വൈജയന്തി ഓടി ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടി പകച്ചു പോകണം. സ്റ്റാൻലി ജോസഫിൻ്റെ മുഖം പ്രതീക്ഷിച്ച് വാതിൽ തുറന്ന വൈജയന്തി കണ്ടത് തൻ്റെ സഹോദരങ്ങൾ, അതായത് ശിവനും ഗംഗേട്ടനും. അവർ വൈജയന്തിയുടെ മുഖത്തേക്കല്ല നോക്കിയത്. വയറുമേലേക്ക് നിറഞ്ഞ വയറായി നിൽക്കുന്ന വൈജയന്തിക്ക് എന്തായാലും സഹോദരന്മാരുടെ മുന്നിൽ തൻ്റെ വയറൊളിപ്പിക്കാനും കഴിയില്ലല്ലോ. അങ്ങനെ അവർ കൂടുതലൊന്നും ചോദിച്ചില്ല. കാരണം എല്ലാം മനസ്സിലായി. കൊല്ലപ്പള്ളിയിലേക്ക് വിളിക്കും, വൈജയന്തി കൂട്ടാക്കില്ല. അങ്ങനെ അവർ പറയും സ്റ്റാൻലി ഇനി വരുന്നില്ല, അയാളവിടെ വേറെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് എന്ന് നമ്മുടെ ഗംഗേട്ടൻ പറയെങ്കിലും കൂടി വൈജയന്തി വിശ്വസിക്കില്ല. അങ്ങനെ വൈജയന്തി കാത്തിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കും. 2-3 ദിവസം കഴിയുമ്പോൾ ഇവർ പറയും, കണ്ട ഞങ്ങൾ പറഞ്ഞത് സത്യമല്ലേ, നിർബന്ധമായിട്ട് ഞങ്ങളെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വാടക വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ചാണ് കൊണ്ടുപോകണത്. അപ്പോൾ വാടക ഉടമസ്ഥയോട് സഹോദരങ്ങൾ വൈജയന്തിയെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, സ്റ്റാൻലി വന്നിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് വരണം എന്നും പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ വൈജയന്തിക്ക് ഒരു വിശ്വാസമായി, തൻ്റെ ആങ്ങളമാർ തന്നെ ചതിക്കില്ല, അതുപോലെ തന്നെ സ്റ്റാൻലി തന്നെ കാണാണ്ടാവുമ്പോൾ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നോളും എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങോട്ട് പോണത്. പക്ഷേ കൊല്ലപ്പള്ളിയിലേക്കല്ല പോണത്, നേരെ രാവുണ്ണി ഞങ്ങളുടെ വീട്ടിലേക്കാണ്. കാരണം കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും, കല്യാണം കഴിയാത്ത പെണ്ണ് നിറവയറോടെ നിൽക്കണ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലാണ് ബാക്കിയുള്ള ദിവസങ്ങൾ താമസിച്ചത്. ആ സമയത്ത് കുഞ്ഞിരാമമേനോൻ വൈജയന്തിയെ കാണാൻ വരുന്നതും വൈജയന്തി കുഞ്ഞിരാമമേനോനെ മുന്നിൽ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പപേക്ഷിച്ചതും. അപ്പോൾ അയാൾ പറയും, സാരമില്ല, ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചു എന്നൊക്കെ പറയും. എന്നിട്ട് വൈജയന്തിയുടെ നിർബന്ധപ്രകാരം രാവുണ്ണിയും കുഞ്ഞിരാമമേനോനും നമ്മുടെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് പോയതും നിരാശയോടെ തിരിച്ചു വന്നതൊക്കെ വൈജയന്തി ഓർക്കണ്. അവിടെ ചെന്ന് പറയും, അവർക്ക് നമ്മളായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അയാളുടെ അയാളെ വിവാഹം ഉറപ്പിച്ചു മറ്റൊരു പെണ്ണിനായിട്ട് എന്നും പറഞ്ഞിട്ടാണ് വൈജയന്തിയുടെ അടുത്തേക്ക് വന്നത്. വൈജയന്തിക്ക് അത് ഭയങ്കര ഷോക്കാവും. വൈജയന്തി കൂടെ പോരാന്ന് പറഞ്ഞെങ്കിലും കൂടി അവർ കൊണ്ടുപോകുന്നില്ല. കാരണം ഇവർ വലിയൊരു ചതിനെ അവിടെ നടത്തിയത്. അവരങ്ങോട്ട് പോവുകയോ അന്വേഷിക്കുകയോ പിടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈജയന്തിനെ പറ്റിക്കാൻ വേണ്ടിയാണ് അതെല്ലാം ചെയ്തത്. അതിനുശേഷം വീണ്ടും സ്റ്റാലിനെ ഒരുപാട് നാൾ വൈജയന്തി കാത്തിരിക്കും. പിന്നീട്
വൈജയന്തിക്ക് ഇതുപോലെ തന്നെ ഡെലിവറി അടുത്തു പ്രസവ വേദനയൊക്കെ ആവുന്നതും അച്ഛനും സഹോദരനും ഒക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ വൈജയന്തിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വൈജയന്തിക്ക് ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു നാടകം തന്നെയായിരുന്നു. വൈജയന്തിയെ ബോധം കെടുത്തി കുട്ടീനെ അവിടുന്ന് മാറ്റുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെയാണ് നമ്മുടെ ബ്രിജിത്താമ്മയുടെ കയ്യിൽ അലീന എത്തുന്നത്. ബോധം വന്ന് കണ്ണ് തുറന്ന് നമ്മുടെ വൈജയന്തി ആദ്യം നോക്കിയത് കുഞ്ഞിനെ. തൻ്റെ വയറിങ്ങനെ ഒഴിഞ്ഞു കിടക്കണ്. തൻ്റെ പ്രസവം കഴിഞ്ഞ് തൻ്റെ കുഞ്ഞെന്തേന്ന് നോക്കുമ്പോൾ വളരെ വിഷമത്തോടെ നേഴ്സ് പറയും, ഡോക്ടർ പറയും കാര്യങ്ങളൊക്കെ എന്ന് പറയും. അപ്പോൾ ആ ഡോക്ടർ വൈജയന്തിയോട് പറയുന്നു, 2 പേരിൽ ഒരാളെ രക്ഷിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളായിരുന്നു. ഞങ്ങളുടെ മുന്നിൽ വൈജയന്തി ആയിരുന്നു ഓപ്ഷൻ. കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ വൈജയന്തി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആവും. അതിനുശേഷം രാവുണ്ണിയുടെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പ്രസവാനന്തര ശുശ്രൂഷയും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. തൻ്റെ മകൾ നഷ്ടപ്പെട്ടതോടുകൂടി ജീവിക്കണം എന്നില്ലാണ്ടായി. അങ്ങനെ വൈജയന്തി ഭയങ്കര നിരാശയൊക്കെ ആയിട്ടിരിക്കും. ആ സമയത്ത് വീണ്ടും വൈജയന്തി കരഞ്ഞ് കാല് പിടിച്ച് ഒന്നും കൂടെ സ്റ്റാൻലിൻ്റെ അടുത്തേക്ക് പോകാൻ പറയും. സ്റ്റാൻലി വരുമ്പോൾ കുഞ്ഞ് മരിച്ച ഞാൻ എന്ത് പറയുമെന്ന് ചോദിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ അത് പെൺകുഞ്ഞായിരുന്നു എന്നുള്ള കാര്യം വൈജയന്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നു നേഴ്സിൽ നിന്നും. അങ്ങനെ സ്റ്റാൻലിയുടെ ആഗ്രഹപ്രകാരം അതൊരു പെൺകുഞ്ഞായിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ വീണ്ടും നമ്മുടെ കുഞ്ഞിരാമ മേനോനും രാവുണ്ണി മേനോനും ഒക്കെ കൂടി സ്റ്റാൻലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം പിന്നെ അവരുടെ കയ്യിൽ ഒരു കത്തായിട്ടാണ് വരുന്നത്. സ്റ്റാൻലി ജോസഫിൻ്റെ വിവാഹ ക്ഷണക്കത്ത്, അതായത് കല്യാണത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു പള്ളിയിൽ വെച്ച് ഒരു പെൺകുട്ടിയായിട്ടുള്ള വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. അങ്ങനെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് കല്യാണം എന്ന് അറിഞ്ഞതോടെ വൈജയന്തിക്ക് മനസ്സിലായി തന്നെ ചതിച്ചതിന് അയാൾ. ഇനി തന്നിൽ നിന്നൊന്നും വേണ്ടല്ലോ, അതുകൊണ്ടാണ് അയാൾ ഇത്രയും നാളൊന്നിച്ച് ജീവിച്ചിലേക്ക് മതിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് വൈജയന്തിക്ക് മാനസികമായിട്ടും ഭയങ്കര ദേഷ്യവും എല്ലാവരോടും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗംഗേട്ടനും മാലതിയേട്ടത്തിയും കൂടി വന്ന് വൈജയന്തിയെ മനസ്സൊക്കെ മാറ്റി ഒരു നല്ല രീതിയിലാക്കി എടുക്കാൻ വേണ്ടി കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വർഷം വൈജയന്തി ഒരു അടച്ചിട്ട റൂമിൽ തന്നെ കഴിയും. ചിരിയും കളിയും സന്തോഷവും ഒന്നും ഇല്ലാണ്ട്. അവരെത്ര ശ്രമിച്ചിട്ടും വൈജയന്തിയെ പഴയ വൈജയന്തി ആക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വൈജയന്തിനെ നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ ഡൽഹിയിലേക്ക് വന്ന് വൈജയന്തിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വൈജയന്തിനെ കൊണ്ടുവന്നതിന് ശേഷം വൈജയന്തി അപ്പോൾ സാധാരണ രീതിയിലുള്ള വൈജയന്തിയായി. കാരണം കൊല്ലപ്പള്ളിക്കാർക്ക് ആ നാട്ടുകാർക്കൊക്കെ വൈജയന്തി പ്രസവിച്ചതോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. മറ്റൊരു നാട്ടിലായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ വൈജയന്തി വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ്റെ വിവാഹം. ബാലചന്ദ്രനായിട്ട് ആ വിവാഹം നടത്താൻ വേണ്ടി ബാലചന്ദ്രൻ്റെ വീട്ടുകാർ ചോദിച്ചു വന്നപ്പോൾ അവർ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. വൈജയന്തി പ്രസവിച്ചതാണെന്നും മറ്റൊരാളെ സ്നേഹിച്ചിരുന്നാണെന്നൊക്കെ മറന്നാണ് ബാലചന്ദ്രൻ്റെ തലയിൽ വൈജയന്തിയെ കെട്ടിവെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് വൈജയന്തി ഓർക്ക പോലും ചെയ്തിട്ടില്ല. അതിനിടയ്ക്കിന് ഇപ്പം ഇങ്ങനെ മക്കൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നതും ബാലചന്ദ്രൻ ഇടം തിരിഞ്ഞ് നിൽക്കുന്നതും അതെന്തിൻ്റെ പേരിലാണാവോ സ്റ്റാൻലി ജോസഫിൻ്റെ തൻ്റെ പഴയ പ്രസവമോ അങ്ങനെ എന്തെങ്കിലും അലീന പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി അറിഞ്ഞോ ഇനിയിപ്പോൾ അവരുടെ നാട്ടിലേക്ക് അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായി. എന്തായാലും ഒരു ബിസിനസ്സുകാരനല്ലേ ബാലചന്ദ്രൻ. ഏതെങ്കിലും വഴിക്ക് സ്റ്റാൻലി ജോസഫിനെ ബാലചന്ദ്രൻ പരിചയപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് വൈജയന്തി വിശ്വസിക്കുന്നത്. കാരണം അതിന് ശേഷമായിരിക്കും തന്നോട് വെറുപ്പും ഇങ്ങനെ മുകളിൽ താമസിക്കുന്നത്. ഇപ്പോഴും വൈജയന്തി വന്നിട്ടും ബാലചന്ദ്രൻ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയ വൈജയന്തിയോട് സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ അയാൾ പലവട്ടം ആലോചിച്ചതായിരുന്നു വൈജയന്തിയുടെ നാക്ക് കേട്ടിട്ട്. പക്ഷേ ബാലചന്ദ്രൻ ക്ഷമിച്ചു. കാരണം രോഹിത്തും ബബിതയും കൃഷ്ണമോളും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർക്കും വീട്ടിൽ നല്ല സമാധാനവും സന്തോഷം വേണമെന്ന് അവരുടെ ആഗ്രഹപ്രകാരം ബാലചന്ദ്രൻ ക്ഷമിച്ച് നിൽക്കുകയാണ്. എന്തായാലും വൈജയന്തിയുടെ മനസ്സിൽ അങ്ങനൊരു സംശയം വന്ന് വീഴുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.